നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ ചെങ്കോട്ട ബ്രോഡ് ഗേജിന്റെ പൂർത്തീകരണത്തിന് കേരളം 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്ന സൂചന. ഫണ്ടിന്റെ അപര്യാപ്തതയും മധുര റെയിൽവേ ഡിവിഷന്റെ അനാസ്ഥയും ചെയ്തു തീർക്കാനുള്ള പണികളുടെ സങ്കീർണതയും ഗേജ് മാറ്റം വൈകിച്ചേക്കും. കുടിയൊഴിപ്പിക്കലടക്കം വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 24-ന് റെയിൽവേ DRMന്റെ സാന്നിധ്യത്തിൽ മധുരയിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ. പുനലൂരിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സെയിൽസ് വാൻ ഇടിച്ച യുവാവ് മരിച്ചു. ഒറ്റക്കൽ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ നടത്തിയ CI ഓഫീസ് ഉപരോധത്തെ ന്യായീകരിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ. സമരത്തെയും സമരം നയിച്ച നേതാക്കളെയും വിമർശിച്ച് കഴിഞ്ഞ ദിവസം നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ രംഗത്ത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണന് സംഘടനാ പാരമ്പര്യമില്ലെന്ന് കോൺഗ്രസ് കുളത്തൂപ്പുഴ ബൂത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സുഭിലാഷ് കുമാർ. പുനലൂർ ടൌണിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സെയിൽസ് വാൻ ഇടിച്ച് യുവാവ് മരിച്ചു. അപകടശേഷം നിർത്താതെ പോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുനലൂർ കോമളംകുന്ന് ചരിവിളപ്പുത്തൻ വീട്ടിൽ ശോശാമ്മ മത്തായി ദമ്പതികളുടെ മകൻ 33-കാരനായ ധനീഷ് എന്ന തോമസ് മത്തായിയാണ് അപകടത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7:30യോടെയാണ് സംഭവം. ദേശീയപാതയിൽ പുനലൂർ രാംരാജ് തിയേറ്ററിനടുത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സെയിൽസ് വാൻ ഇടിക്കുകയായിരുന്നു. വാഹനത്തിന്റെ ചക്രങ്ങൾ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതിനെ തുടർന്ന് യുവാവ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടശേഷം നിർത്താതെ പോയ വാഹനം പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കെട്ടിടങ്ങളുടെ ടൈൽ പാകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന യുവാവ് അവിവാഹിതനാണ്. വിദേശത്ത് ജോലിയിലായിരുന്ന യുവാവ് 1.5 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. പരേതനായ സന്തോഷ് സഹോദരനാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്നിൽ കഴിഞ്ഞ ദിവസം ചത്ത നിലയിൽ കണ്ടത് കാട്ടുപൂച്ചയെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശവാസികൾ വീണ്ടും പുലിപ്പേടിയിൽ തുടരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഉറുകുന്നിൽ പുലിക്കുട്ടിക്ക് സമാനമായ ജീവിയെ ചത്ത നിലയിൽ കണ്ടത്. കോളനി ജംഗ്ഷന് സമീപം ആയിഷാപാലത്തിനരികിൽ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തെ ഇടവഴിയിലാണ് ചോര വാർന്ന നിലയിൽ ചത്ത വന്യജീവിയെ കണ്ടത്. പ്രദേശത്ത് പുലിയുടെ ശല്യം രൂക്ഷമായതും പ്രദേശവാസികളിൽ ചിലർ പുലിയെ നേരിട്ട് കണ്ടതും ചത്ത ജീവി പുലിക്കുട്ടിയാണെന്ന സംശയത്തിനിടയാക്കി. ഇതോടെ പ്രദേശവാസികൾ വനപാലകരെ വിവരമറിയിച്ചു. ചത്തത് പുലിയാണെന്ന് കേട്ടപാടെ ഉറുകുന്ന്, ഒറ്റക്കൽ, തെന്മല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേർ സ്ഥലത്തെത്തി. പുലി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് പുലിയാന്നുള്ള സംശയം വന്നത്. കാരണം എന്റെ പട്ടിയെ തന്നെ 3 പട്ടിയെ കൊണ്ടുപോകുന്നു. പുലി പിടിച്ചോണ്ട് ഓടിയത്. പുലിയുടെ കാൽപ്പാട് നമ്മൾ കണ്ടിട്ട് നമ്മൾ പത്രത്തിൽ ന്യൂസാക്കിയതാണ്. നമ്മൾ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു അല്ലേ? പത്രത്തിൽ ഫോട്ടോ ചെയ്താൽ കൊടുക്കുക. കാട്ടാന ശല്യം മിക്കവാറും കാട്ടാന വരാറുണ്ട്, ശല്യമുണ്ട്. അപ്പൊ പിന്നെ സോളാർ വലിച്ചിട്ട് പിന്നെ വലിയ ശല്യമില്ല. ഏറെ നാളായി നാടിനെ ഭീതിയിലാഴ്ത്തിയ പുലി ചത്ത വാർത്ത പ്രദേശവാസികളെ സന്തോഷിപ്പിച്ചു. ഒടുവിൽ പതിവ് പോലെ മണിക്കൂറുകൾക്ക് ശേഷം വനപാലകർ സ്ഥലത്തെത്തി. ചത്തത് പുലിയല്ലെന്നും കാട്ടുപൂച്ചയാണെന്നും പിന്നീട് സ്ഥിരീകരിച്ചു. ഇത് കേട്ടപാടെ ജനം നിരാശരായി. തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന പുലി സ്ഥലത്തെവിടെയുണ്ടെന്ന് നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. മറ്റേതോ മൃഗത്തിൽ നിന്നുള്ള ആക്രമണത്തിൽ ചത്ത കാട്ടുപൂച്ചയെ വനപാലകർ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാളിതുവരെ പുലിയെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ചാർജ് ചെയ്യാത്തത് കാരണം വന്യമൃഗങ്ങൾ വേലി കടന്ന് ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവാണ്. 8 വർഷം കൊണ്ട് എന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു പട്ടി എന്റെ മക്കളെക്കായി കാര്യമായിട്ട് അതിനെ ഇപ്പൊ പണ്ടാരം പിടിച്ചുകൊണ്ട് പോയത്. അതുപോലെ കുരങ്ങാണെങ്കിൽ ഒരു തേങ്ങ തരത്തില്ല. ഒരു സാധനം ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് മനുഷ്യർക്ക് ഒരു സുരക്ഷയില്ല. ഈ മൃഗങ്ങൾക്കെല്ലാം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അന്നത്തേക്ക് ആൾ ഓടി വരും. അതേസമയം മനുഷ്യർക്കൊന്നും ആരും വരത്തില്ല. ഇവിടെ ഒരുത്തരും വരത്തില്ല. പിന്നെന്താ പറയാനാ ഇവരോടൊക്കെ? ന്യൂസ് ബ്യൂറോ, തെന്മല. ഒറ്റക്കൽ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ നടത്തിയ CI ഓഫീസ് ഉപരോധത്തെ ന്യായീകരിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ. സമരത്തെയും സമരം നയിച്ച നേതാക്കളെയും വിമർശിച്ച് കഴിഞ്ഞ ദിവസം നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് നേതാക്കൾ രംഗത്ത് വന്നത്. യൂത്ത് കോൺഗ്രസ് യുവജന സംഘടനയാണെന്നും സമൂഹത്തിലെ പല വിഷയങ്ങളിലും അടിയന്തരമായി ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണെന്നും ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ വീട്ടിലിരുന്ന് വായിൽ തോന്നിയ പ്രസ്താവനകൾ നടത്തുകയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണനെന്നും കോൺഗ്രസ് കുളത്തൂപ്പുഴ ബൂത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ C സുഭിലാഷ് കുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കാലങ്ങളായി ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. അതിന് മണ്ഡലം കമ്മിറ്റികളുടെയോ പാർലമെന്റ് കമ്മിറ്റികളുടെയോ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയോ അനുവാദം വാങ്ങിച്ചിട്ടല്ല യാതൊരു തരത്തിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതിനെയാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത്. സംഘടനാബോധമുള്ളവർ, സംഘടനാ ശേഷിയുള്ളവർ അത്തരത്തിൽ വളരെ പെട്ടെന്ന് പരിപാടികൾ സംഘടിപ്പിച്ച്
ആളെ കൂട്ടി അത് വിജയിപ്പിക്കുകയും അത് വലിയ ചർച്ചയാക്കുകയും ചെയ്യും. യുവാവ് ഏതു തരക്കാരനായിരുന്നാലും അയാൾക്ക് കുടുംബമുണ്ടെന്നും കസ്റ്റഡിയിലെടുത്ത ചെറുപ്പക്കാരനെ 3 ദിവസം ഭക്ഷണമില്ലാതെ ലോക്കപ്പിൽ മർദ്ദിച്ച സാഹചര്യത്തിലാണ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയതെന്നും സുഭിലാഷ് കുമാർ വിശദീകരിച്ചു. ആരെ എന്നുള്ളതല്ല, എന്താണ് ഉദ്ദേശം, ഏതൊരാളെയും കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകാൻ പാടില്ല. ഇത് യൂത്ത് കോൺഗ്രസ് കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പ്രസ്ഥാനമല്ല. ഞങ്ങൾ അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രതിയാണ് എന്ന് അയാളുടെ ബന്ധുക്കളോടും അത് ബന്ധപ്പെടുന്ന ജനപ്രതിനിധികളോടും പറയാനുള്ള ധാർമ്മികമായ അവകാശം ഇവിടുത്തെ കേരളത്തിലെ പോലീസിനുണ്ട്. അറിയുവാനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ UP ഗവൺമെന്റ് അനുവദിച്ചു നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശം ഒരാൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലുണ്ടായ സമരമാണത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയതിനു ശേഷം വീട്ടിലിരിക്കുകയും അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഈ സംഘടനയെക്കുറിച്ച് യാതൊന്നും അറിയാതെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാതെ നടക്കുന്ന ഒരാൾക്ക് സംഘടനയുടെ പേരിൽ നടന്ന പരിപാടിയിൽ അത് സംഘടനയുടേതല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് തികച്ചും നാണം കെട്ട ഒരവസ്ഥയാണ്. കാരണം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പതാക ഏന്തിയാണ് ഞങ്ങൾ അവിടെ സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റേതായ ബൂത്ത് പ്രസിഡന്റുമാർ, കോൺഗ്രസിന്റേതായ മണ്ഡലം പ്രസിഡന്റ്, KPCC ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, അങ്ങനെ തുടങ്ങി ഓട്ടോറിക്ഷ യൂണിയന്റെ ഭാരവാഹികൾ, അങ്ങനെ തുടങ്ങി മുൻ ഭാരവാഹികൾ, അങ്ങനെ തുടങ്ങി 100ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സമരം നടത്തിയവർക്കെതിരെ പരാതിയുണ്ടെങ്കിൽ അത് മേൽഘടകത്തിൽ രേഖാമൂലം അറിയിക്കണം. അതിനു പകരം മാധ്യമങ്ങളിൽ പ്രസ്താവന നൽകിയത് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കൊടിയെയും വരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സുഭിലാഷ് കുമാർ പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച രാധാകൃഷ്ണൻ പദവിയിൽ തുടരാൻ യോഗ്യനല്ലെന്നും മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ പ്രതികരിച്ചു. സംഭവത്തോടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസം സർവ്വമറകളും നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് ജാമ്യം നേടി ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് V. രാധാകൃഷ്ണന് സംഘടനാ പാരമ്പര്യമില്ലെന്ന് സുഭിലാഷ് കുമാർ പറഞ്ഞു. സംഘടനാ പാരമ്പര്യമുള്ളവരെ കാണുമ്പോഴുള്ള അസ്വാരസ്യങ്ങളാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്നും സുഭിലാഷ് കുമാർ പരിഹസിച്ചു. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം തൊട്ട് സ്കൂൾ തൊട്ട് വലിയ ഭാരവാഹിത്വങ്ങൾ അറിഞ്ഞു വന്നിട്ടുള്ളതാണ്. സംഘടനാ ശേഷിയുള്ളവരാണ്, സംഘടനാ പാരമ്പര്യമുള്ളവരാണ്. സംഘടനാ ഭാരവാഹിത്വത്തിൽ വളരെ ചെറിയ പ്രായം മുതൽ സംഘടനാ ഭാരവാഹിത്വത്തിൽ വന്നു കയറിയിട്ടുള്ള ആളുകളാണ്. പെട്ടെന്നൊരു നാൾ നിയോജകമണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ പാർലമെന്റ് പ്രസിഡന്റോ ആകുന്ന ആളുകൾക്ക് ഇത്തരം ജൽപ്പനങ്ങൾ, ഇത്തരം സംഘടനാ പാരമ്പര്യമുള്ള ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. അതിന് മലയാളത്തിൽ മറ്റു ഭാഷകളാണ് പറയുന്നത്. ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഞങ്ങൾക്കറിയില്ല. മേലാൽ ഞങ്ങൾ അതാണ് പറയുന്നത്. കുളത്തൂപ്പുഴ മണ്ഡലം കമ്മിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൂത്ത് കമ്മിറ്റികളോ അല്ലെങ്കിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റേതായ പ്രസ്ഥാനങ്ങൾ, സമരങ്ങൾ, പരിപാടികൾ, ഇത് ഇന്ന് ആദ്യത്തെ പരിപാടിയൊന്നുമില്ല. ഒരുപാട് പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം പരിപാടികളെ പിതൃത്വം ഏറ്റെടുക്കാനൊന്നും നിയോജകമണ്ഡലം പ്രസിഡന്റും പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റും ഒന്നും തയ്യാറാകേണ്ട. നിങ്ങളുടെ ആരുടെ അനുവാദവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ അനുവാദത്തിന്റെ നിങ്ങളിനി അനുവാദം തന്നിട്ടേ ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സുന്ദരമായി വീട്ടിൽ പോയിരിക്കാൻ പറയാൻ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് അറിയാം. ആ ഭാഷ ഞങ്ങളെ കൊണ്ട് ഉപയോഗിക്കരുത് എന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റായ ശ്രീ രാധാകൃഷ്ണനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയോട് ആലോചിക്കാതെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ബാലിശമായ ജൽപ്പനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ ചെങ്കോട്ട ബ്രോഡ്ഗേജിന്റെ പൂർത്തീകരണത്തിന് കേരളം 5 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് സൂചന. ഫണ്ടിന്റെ അപര്യാപ്തതയും മധുര റെയിൽവേ സ്റ്റേഷന്റെ അനാസ്ഥയും ചെയ്തു തീർക്കാനുള്ള പണികളുടെ സങ്കീർണതയും വ്യക്തമാക്കുന്നത് ഇതുവഴി ട്രെയിൻ 2019 ഓടൂ എന്നാണ് റിപ്പോർട്ട്. സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിലും ഫണ്ടിന്റെ അപര്യാപ്തതയിലും കുരുങ്ങി പുനലൂർ ചെങ്കോട്ട റെയിൽവേ ഗേജ് മാറ്റത്തിന്റെ പൂർത്തീകരണം ഇനിയും 5 കൊല്ലം വൈകിയേക്കും. ചെങ്കോട്ട ഭഗവതിപുരം കഴുതുരുട്ടി ഇടമൺ പുനലൂർ എന്നിങ്ങനെ 4 റീച്ചുകളായി തിരിച്ചാണ് പണികൾ. ഇതിൽ പൂർണ്ണമായും തമിഴ്നാട്ടിലുള്ള ചെങ്കോട്ട ഭഗവതിപുരം റീച്ചിൽ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇന്റർലിങ്കിംഗ് പൂർത്തിയായ ഈ പാതയിൽ അടുത്ത 30 ദിവസത്തിനകം പരീക്ഷണ ഓട്ടവും നടന്നേക്കും. എന്നാൽ
കേരളത്തിന്റെ ഭാഗമായ 3 റീച്ചുകളിലും പണി പൂർത്തിയാക്കാൻ ഇനിയും നാളുകൾ പിടിക്കും. പുനലൂർ ഇടമൺ റീച്ചിൽ 65% പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇടമൺ മുതൽ കിഴക്കോട്ടുള്ള റീച്ചുകളിൽ നിരവധി പാലങ്ങളുടെ ജാക്കറ്റിംഗ് അടക്കം സങ്കീർണമായ വിവിധ പണികൾ ബാക്കി കിടക്കുന്നു. തുരങ്കങ്ങളുടെ വ്യാസം വർദ്ധിപ്പിക്കൽ ഏറെ ശ്രമകരമായ ദൌത്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ കാലാവസ്ഥ പലപ്പോഴും പ്രതികൂലമാകും. ഇതൊക്കെ ശാസ്ത്രീയമായി അതിവേഗം ചെയ്തു തീർക്കാമെന്ന് കരുതിയാലും റെയിൽവേ ഫണ്ട് അനുവദിക്കാതെ പണി നടക്കില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് വികസനം നീളുന്നതിന് പ്രധാന കാരണമെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ മുക്കിന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ റെയിൽവേയിൽ നിന്ന് കേരളത്തിലെ വികസനങ്ങൾക്ക് ആവശ്യമായ പണം വാങ്ങിയെടുക്കാൻ തൽക്കാലം സാധിക്കുന്നില്ല. തമിഴ്നാട് ലോബിക്ക് മുൻതൂക്കമുള്ള മധുര ഡിവിഷന്റെ കീഴിലാണ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള നിർമ്മാണങ്ങൾ. തമിഴ്നാടിന്റെ പരിധിയിൽ വരുന്ന ഭഗവതിപുരം ചെങ്കോട്ട റീച്ച് അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. കേരളത്തിന്റെ പണികളിൽ മധുര ഡിവിഷൻ അധികാരികൾ ശ്രദ്ധ ചെലുത്തുന്നുമില്ല. ഈ സാഹചര്യത്തിൽ എത്ര നീട്ടിവലിച്ച് ഓടിയാലും 2018 മുൻപ് പണികൾ തീരാൻ സാധ്യത കുറവാണ്. 2018 പണി തീർന്നാൽ തന്നെ ഉപരിതല ഗതാഗത വകുപ്പിന്റെ സുരക്ഷാ പരിശോധനയും ഗുണനിലവാരം ഉറപ്പാക്കലും കഴിഞ്ഞ് പാളത്തിലൂടെ ട്രെയിൻ ഓടാൻ പിന്നെയും 1 കൊല്ലം പിടിച്ചേക്കും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കുടിയൊഴിപ്പിക്കലടക്കം വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 24-ന് റെയിൽവേ ഡിആർഎമ്മിന്റെ സാന്നിധ്യത്തിൽ മധുരയിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ജാക്കറ്റിംഗ് പൂർത്തിയായ പുനലൂർ കല്ലടപ്പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MP. നിരവധി കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ ഒഴിപ്പിക്കൽ നോട്ടീസ് റെയിൽവേ അധികാരികൾ നൽകിയിട്ടുണ്ട്. ആ ഒഴിപ്പിക്കൽ നോട്ടീസ് എല്ലാം MP എന്ന നിലയിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലത്തേക്ക് ഒഴിപ്പിക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഈ മാസം 24-ാം തീയതി മധുരയിൽ DRMന്റെ സാന്നിധ്യത്തിൽ തന്നെ ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ മൂർത്തിക്കടവ് പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന കുളിക്കടവ് പുനഃസ്ഥാപിച്ച് പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഗേജ് കൺവേർഷൻ്റെ പണി എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ, മധുരൈ റെയിൽവേ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. തെന്മല, ആര്യങ്കാവ്, എടമൺ, അതുപോലെ തന്നെ പുനലൂർ എന്നീ മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ പരിഹരിച്ചുകൊണ്ട് അതിവേഗതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാനും ഉപകരിക്കുന്ന നിലയിലാണ് MP എന്ന നിലയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് DRM തലത്തിൽ മധുരൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ ഉന്നതതല യോഗത്തിൽ ഈ മൂർത്തിക്കാവ് ഇത് കടവ് കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വനം വകുപ്പ് നടപ്പാക്കുന്ന ഈ-ലേലം പദ്ധതി അംഗീകരിക്കില്ലെന്ന് തടി വ്യാപാരികൾ. പത്തനാപുരത്ത് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഡിപ്പോകളിൽ നിന്ന് തടി ലേലത്തിനെടുത്ത് വ്യാപാരം നടത്തുന്ന കരാറുകാരാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ടിംബർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വനം വകുപ്പ് നടപ്പാക്കുന്ന ഈ-ലേലം പദ്ധതി അശാസ്ത്രീയമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ രംഗത്തെ പരമ്പരാഗത രീതി തുടരണമെന്ന് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ സദേൺ സർക്കിൾ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ-ലേലം നടപ്പാക്കിയാൽ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ചെറുകിട കച്ചവടക്കാർ തുടച്ചു നീക്കപ്പെടുമെന്നും കുത്തകകൾ പിടിമുറുക്കുമെന്നും വ്യാപാരികൾ പറയുന്നു. വനം വകുപ്പും കുത്തക വ്യാപാരികളും ചേർന്നുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ രംഗത്ത് നടപ്പാക്കാൻ പോകുന്ന അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളെന്നും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കച്ചവടക്കാരെ ഇല്ലാതാക്കി വനം ഡിപ്പോ കുത്തകകൾക്ക് കൈമാറാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ കമ്പനിക്കാണ് ഇതിന്റെ പൂർണ്ണ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ളത്. ഗവൺമെന്റ് തലത്തിൽ ലേലം നടത്തിക്കൊണ്ടിരുന്നത് ആ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെ ഇതിന്റെ പൂർണ്ണ അധികാരങ്ങൾ എത്തിക്കുകയും അതോടൊപ്പം ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതാണ് ആ ചെറുകിട കച്ചവടക്കാർ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വൻകിട കുത്തകളെ ഈ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമാണ് ഗവൺമെന്റിന്റെ ശ്രമമാണ് ഈ നടക്കുന്നതെന്നാണ് ന്യായമായി ഞങ്ങൾ സംശയിക്കുന്നത്. അതിൽ ഈ ചെറുകിട കച്ചവടക്കാർ ഒന്നടങ്കം കേരളം ഒട്ടാകെ വ്യാപകമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ലേലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കാനുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ ഇനിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പുതിയ പരിഷ്കരണത്തിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും ഈ ലേലം ഒഴിവാക്കി ടെൻഡർ സമ്പ്രദായം നടപ്പാക്കണമെന്നും തടി വ്യാപാരികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സദേൺ സർക്കിൾ പ്രസിഡന്റ് TM സലീം, സെക്രട്ടറി രാജേന്ദ്രൻ, PJ ഷാ, നവാസ്, S ജബ്ബാർ, അക്ബർ റഫീഖ് അലി, AV മുരളീധരൻ, KC രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
മതവിശ്വാസത്തെക്കാൾ ദൈവവിശ്വാസമാണ് പ്രധാനമെന്ന് പത്തനാപുരം എംഎൽഎ കെ വി ഗണേഷ് കുമാർ. പത്തനാപുരം തേവലക്കരയിൽ പുതുതായി നിർമ്മിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭൂമിയെ സ്വർഗമാക്കുന്നത് മതവിശ്വാസമല്ല, മറിച്ച് ദൈവവിശ്വാസമാണ്. മനുഷ്യൻ മതസൌഹാർദ്ദത്തോടെ സൽപ്രവർത്തികൾ ചെയ്ത് ഭൂമിയിൽ ജീവിച്ചാൽ ഭൂമി സ്വർഗമാകുമെന്നും ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു. ഭൂമിയിൽ തന്നെ സ്വർഗം എവിടെയെന്ന് കാണിച്ചു തരാനും ഏറ്റവും നല്ല മാർഗം ദൈവവിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മരണത്തിനപ്പുറം സ്വർഗത്തിൽ പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നരകവും സ്വർഗവും ഭൂമിയിൽ സൃഷ്ടിക്കുന്ന മനുഷ്യനാണ്, അവന്റെ പ്രവൃത്തി കൊണ്ടാണ്. നല്ല പ്രവൃത്തിയിലൂടെ ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികളാണ്. മറ്റുള്ളവരെ കുറിച്ച് ദുഷ്ടചിന്തകളില്ലാതെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ, എല്ലാവരും നന്നാവണമെന്ന മോഹത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരുടെ അസൂയയില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയുമെങ്കിൽ സ്വർഗം നമുക്ക് ഭൂമിയിൽ തന്നെ ലഭിക്കും. അതിനപ്പുറം നമ്മുടെ സൽപ്രവൃത്തി കൊണ്ട് ദൈവം മരണത്തിനപ്പുറമായി ഒരു സ്വർഗം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടവരാരുമില്ല. ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിക്കും. മസ്ജിദ് നിർമ്മിച്ചു നൽകിയ പ്രവാസി മലയാളിയും പത്തനാപുരം സ്വദേശിയുമായ PC ഷാനവാസ് ഖാൻ പള്ളിയുടെ താക്കോൽ ജമാഅത്ത് ഭാരവാഹികൾക്ക് കൈമാറി. ഷാനവാസ് ഖാനെ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ ചടങ്ങിൽ അനുമോദിച്ചു. ജമാഅത്ത് ഇമാം അബ്ദുൽ ഖാദർ മൗലവി അധ്യക്ഷനായി. അബ്ദുൾ റഷീദ് മൗലവി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുണ്ടയം ജമാഅത്ത് ഇമാം MH ഷാഹുൽ ഹമീദ് മൗലവി പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PH അബ്ദുൽ ജലീൽ, അബ്ദുൾ റഷീദ്, ജമാഅത്ത് പ്രസിഡന്റ് KH യൂസഫ്, കടക്കൽ നിസാറുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ദിലീപ് കുമാർ, SFCK മാനേജർ R സുരേഷ് കുമാർ, A ഹുസൈൻ റഷാദി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ടാപ്പിംഗ് പരിശീലനം കർഷകർക്ക് ആശ്വാസമാകുന്നു. റബ്ബറിന് വിലയിടിഞ്ഞതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ പിൻവാങ്ങിയത് കർഷകർക്ക് തിരിച്ചടിയുണ്ടാക്കിയിട്ടുണ്ട്. റബ്ബർ ബോർഡിന്റെ കൊട്ടാരക്കര റീജിയണൽ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് റബ്ബർ കർഷകർക്ക് ടാപ്പിംഗ് പരിശീലനം നൽകുന്നത്. ചിതറ, മാങ്കോട് റബ്ബർ ഉൽപാദക സംഘത്തിൽ ഉൾപ്പെട്ടവർക്കാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത്. റബ്ബറിന് വിലയില്ലാത്ത സാഹചര്യം വന്നതോടെ കഷ്ടത്തിലായ കർഷകർക്ക് ഈ പദ്ധതി ആശ്വാസകരമായിട്ടുണ്ട്. സ്വന്തമായി ടാപ്പിംഗ് ചെയ്താൽ കർഷകരുടെ കൂടുതൽ നഷ്ടം ഒഴിവാക്കാനാകും. ജോലിക്കാരെ കിട്ടാത്ത സാഹചര്യവും ഈ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും മേഖലയെ കാര്യമായി ബാധിച്ച സാഹചര്യത്തിൽ കർഷകർക്ക് സ്വയം തൊഴിലും ഇതുവഴി ലഭ്യമാകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശമ്പളവും ആനുകൂല്യവും നൽകിക്കഴിഞ്ഞാൽ കർഷകന് ബാക്കി ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയാണ് റബ്ബർ ഉൽപാദക സംഘങ്ങൾ മുഖേന കർഷകർക്ക് പരിശീലനം നൽകുന്നത്. റബ്ബർ ബോർഡ് കൊട്ടാരക്കര റീജിയണൽ ഓഫീസിൽ നിന്ന് മാങ്കോട് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ കർഷകർക്ക്, ഈ പ്രദേശത്തുള്ള കർഷകർക്ക് ടാപ്പിംഗ് പരിശീലനത്തിന് വേണ്ടിയാണ് റബ്ബർ ബോർഡ് ഈ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതും പ്രകാരം റബ്ബർ ബോർഡിന്റെ പിന്നീട് ടാപ്പിംഗ് ഇൻസ്ട്രക്ടർ, അതായത് ഞാൻ, അവർക്ക് പരിശീലനത്തിനുള്ള ടാപ്പിംഗ് കത്തിയുമായിട്ട് കഴിഞ്ഞ പിന്നീട് 16-ാം തീയതി ഈ ക്ലാസ് ആരംഭിച്ചതാണ്. ഈ 8 വർക്കിംഗ് ഡേ ആണ് ആ കൂടി ഈ പരിശീലനത്തിനുള്ളത്. ഈ 8 ദിവസം കൊണ്ട് ടാപ്പിങ്ങിൻ്റെ നേരായ മാർഗ്ഗം, അതായത് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഈ കർഷകർക്ക് പരിശീലനം കൊടുക്കുക. അത് ഈ കർഷകർ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവരെ സ്വന്തം മരം മറ്റൊരു ടാപ്പറുടെ സഹായമില്ലാതെ അവർ ആദായം എടുക്കുന്നതിനുള്ള പരിശീലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 ദിവസമാണ് പരിശീലനം. വനിതകൾക്കും പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ തേനീച്ച വളർത്തൽ, കൂൺ കൃഷി, സോപ്പ് നിർമ്മാണം മുതലായ മേഖലകളിലും റബ്ബർ ഉൽപാദക സംഘം വഴി പരിശീലനം നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊല്ലം ജില്ലാ ലേബേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് വളവുപച്ചയിൽ പ്രവർത്തനം തുടങ്ങി. വളവുവച്ച കിഴക്കേമുക്കിൽ മുസ്ലിം പള്ളിക്ക് എതിർവശം പ്രവർത്തിച്ചിരുന്ന ജില്ലാ ലേബേഴ്സ് വെൽഫെയർ സഹകരണ സംഘം ഓഫീസാണ് വളവുവച്ച വില്ലേജ് ഓഫീസിന് എതിർവശത്തെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ ഈ ജില്ലയിലെ സമസ്ത തൊഴിലാളികളെയും ക്രോഡീകരിച്ച് അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രാമുഖ്യം നൽകി ഇത് പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ്. ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം മുഹമ്മദ് കുഞ്ഞ് അംഗത്വ വിതരണം നടത്തി. AR വിജയൻ, അരുൺകുമാർ, S തങ്കമണി, അമാനുള്ള, S കൃഷ്ണകുമാരി, രമാദേവി, ഗംഗാ ബാലചന്ദ്രൻ, സലീം ബദറുദ്ദീൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. AA ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. വിനോദസഞ്ചാര കേന്ദ്രമായ പാലരുവിയിലേക്കുള്ള റോഡിൽ വനമേഖലയിൽ മാലിന്യം തള്ളുന്നത് വന്യജീവികൾക്ക് ഭീഷണിയാകുന്നു. ആര്യങ്കാവ് ബ്യൂറോയുടെ റിപ്പോർട്ട്.
പാലരുവിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടിലെ മാലിന്യമാണ് പാലരുവിയിലേക്കുള്ള റോഡിന് സമീപം വനത്തിൽ തള്ളുന്നത്. പ്ലാസ്റ്റിക് അടക്കമുള്ള ഖരമാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. മ്ലാവ്, പന്നി അടക്കമുള്ള വന്യജീവികൾ ഏറെയുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ മാലിന്യം ഉപേക്ഷിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വ്യാപകമായി വനത്തിൽ ഉപേക്ഷിക്കുന്നത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നുണ്ട്. തീറ്റ തേടിയെത്തുന്ന വന്യജീവികൾ പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ളവ ഭക്ഷിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. വനഭാഗത്ത് മാലിന്യം തള്ളുന്നതിനെതിരെ വനം വകുപ്പ് കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. SS ഹ്യുണ്ടായിയുടെ പുതിയ ഷോറൂം പത്തനാപുരത്ത് പ്രവർത്തനം തുടങ്ങി. പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയ്ക്ക് സമീപം പത്തനാപുരം വല്ലങ്കഴ കേന്ദ്രമാക്കിയാണ് SS ഹ്യുണ്ടായിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. KN ബാലഗോപാൽ MP ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാബു ജോർജ്, ഏനാതിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, SS ഹ്യുണ്ടായി ചെയർമാൻ സ്ലീബ കോശി, CEO സിബി സ്ലീബ, മാനേജർ മുകേഷ് P കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ആയില്യം പൂജ തൊഴാൻ വൻ ഭക്തജന തിരക്ക്. നാഗദോഷമകറ്റാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. കന്നിമാസത്തിലെ ആയില്യം പൂജ തൊഴാൻ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ആയില്യം പൂജയിലും നൂറും പാലും അഭിഷേക ചടങ്ങുകളിലും നിരവധി പേർ പങ്കാളികളായി. കൃഷ്ണര് ശ്രീപതിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിവിധ ആഗ്രഹ സാഫല്യങ്ങൾക്കായി സർപ്പം തുള്ളൽ ചടങ്ങിലും ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രസന്നിധിയിലെത്തിയ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രസമിതി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ ചെങ്കോട്ട ബ്രോഡ് ഗേജിന്റെ പൂർത്തീകരണത്തിന് കേരളം 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്ന സൂചന. ഫണ്ടിന്റെ അപര്യാപ്തതയും മധുര റെയിൽവേ ഡിവിഷന്റെ അനാസ്ഥയും ചെയ്തു തീർക്കാനുള്ള പണികളുടെ സങ്കീർണതയും ഗേജ് മാറ്റം വൈകിച്ചേക്കും. കുടിയൊഴിപ്പിക്കലടക്കം വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 24-ന് റെയിൽവേ DRMന്റെ സാന്നിധ്യത്തിൽ മധുരയിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് MP NK പ്രേമചന്ദ്രൻ. പുനലൂരിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സെയിൽസ്മാൻ ഇടിച്ച യുവാവ് മരിച്ചു. ഒറ്റക്കൽ സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ നടത്തിയ CI ഓഫീസ് ഉപരോധത്തെ ന്യായീകരിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ. സമരത്തെയും സമരം നയിച്ച നേതാക്കളെയും വിമർശിച്ച് കഴിഞ്ഞ ദിവസം നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നേതാക്കൾ രംഗത്ത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് V രാധാകൃഷ്ണന് സംഘടനാ പാരമ്പര്യമില്ലെന്ന് കോൺഗ്രസ് കുളത്തൂപ്പുഴ ബൂത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സുഭിലാഷ് കുമാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.